നീ ഇങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ആവുമൊന്നുമില്ല. അതാണ് എൻ്റെ വിഷയം. അപ്പം ഞാനീ പറഞ്ഞ ബ്രെയിൻ ആണ് പ്രധാനമായിട്ടുള്ള ഘടകം, അല്ലാതെ പുറത്തെ സാഹചര്യം അല്ല. എല്ലാ പക്ഷികൾക്കും ഈ ജാറും കല്ലും കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ സാധനം നടക്കില്ല. അതിൻ്റെ വയറിംഗ് ഉള്ള ആളുകൾ മാത്രമേ ശരിക്കും ആ ഒരു ലെവലിലേക്ക് പോകും. ആ വയറിംഗ് ഉണ്ടാവുക എന്ന് പറയുന്നത് പ്രധാനമാണ്. പിന്നെ വയറിങ്ങിൽ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്നത്, ഈ കമ്പ്യൂട്ടർ തന്നെ നോക്കുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ ചേഞ്ചസ് ആണ്. ചില സോഫ്റ്റ്വെയർ ചില വയറിംഗ് എടുക്കില്ല, ചില സോഫ്റ്റ്വെയർ വെച്ച് നമുക്ക് ബ്ലോക്ക് ചെയ്യാം, ഡിസേബിൾ ചെയ്യാം. അപ്പോൾ സോഫ്റ്റ്വെയർ വെച്ചാണ് ശരിക്കും അത് ഡീപ്രോസസ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ പറയുന്നതാണ് ജ്ഞാനം കൊണ്ട് വിശ്വാസം ഇല്ലാതാക്കാൻ കഴിയില്ല. ഇത് എത്ര വിഡിതമാണിത്, അങ്ങനെ പറ്റൂ. ഇത് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും അങ്ങനെ. ഇപ്പോൾ കറുത്തവനും വെളുത്തവനും എന്നുള്ളൊരു സാധനം നിങ്ങൾ 100 ദിവസം ഒരാളെ പിടിച്ചിരുത്തി ഒരു AC റൂമിലിരുത്തി അങ്ങോട്ട് ശമ്പളം കൊടുത്ത് 100 ദിവസം ഉപദേശിച്ചാലും കറുപ്പും വെറുപ്പും തമ്മിലുള്ള സാമൂഹ്യ വ്യത്യാസത്തിൻ്റെ അല്ലെങ്കിൽ അതിനകത്തുള്ള കഥയില്ലായ്മ അവനെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ അവന് സയൻസ് ഒന്ന് കുത്തിവെച്ച് നോക്കൂ. മെലനോസൈറ്റ് സെൽസ് ആണ്, സൂര്യപ്രകാശം വരുമ്പോൾ അത് ബൂട്ടഡ് ആവുന്നു, മെലാനിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, നിങ്ങളുടെ സ്കിൻ ഡാർക്ക് ആവുന്നു. നിങ്ങൾ ഭൂമധ്യരേഖാ പ്രദേശത്താണെങ്കിൽ നിങ്ങളുടെ ത്വക്ക് കുറച്ച് ഡാർക്കർ ആയിരിക്കും, ധ്രുവ പ്രദേശത്താണെങ്കിൽ അവിടെ മെലാനിൻ കുറവായിരിക്കും, വൈറ്റർ ആയിരിക്കും, അല്ലെ യെല്ലോ ആയിരിക്കും. തീർന്നു. ഇത് മനസ്സിലാക്കുന്നവർ തന്നെ അത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ ജനിച്ചു, അല്ലെ എൻ്റെ മുൻഗാമികൾ ഇവിടെ ജനിച്ചത് കൊണ്ട് എൻ്റെ തൊലിയുടെ നിറം ഇങ്ങനെയായി എന്ന് മനസ്സിലാവുന്നു. ബോധമുള്ളവനാണെങ്കിൽ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാവും. അല്ലാതെ അവനെ ദിവസം മുഴുവൻ ഇരുന്ന് ഉപദേശിച്ചാലും എടാ അങ്ങനൊന്നും ചെയ്യല്, വെളുപ്പും കറുപ്പും, എടാ അങ്ങനൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ എനിക്ക് മനസ്സിലായി അച്ഛാ, അത്രേ ഉള്ളൂ. സയൻസ് ക്യാൻ റിയലി കിൽ ഇറ്റ്. അത് ജ്ഞാനമാണ്. സയൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ജ്ഞാനമാണ്. അത് എപ്പോഴും നമ്മുടെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം പോലാണ് ആക്ച്വലി. അതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾ ഈ സോഫ്റ്റ്വെയർ വെച്ചാണ് റെഗുലേറ്റ് ചെയ്യേണ്ടത്. അല്ല കമ്പ്യൂട്ടർ സിസ്റ്റം ഇടിച്ചു തകർത്തല്ല, അല്ല എടുത്ത് തീയിലിട്ടൊന്നുമല്ല. അതാണ് അത്തേ കണക്കുള്ള റോ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് മാത്സ് മുന്നോട്ട് വെച്ചത്.